friends, welcome to the seminar topic Parametric Generation of Light. ഈ പാരാമെട്രിക് ഫിനോമിനൻ അല്ലെങ്കിൽ പാരാമെട്രിക് ഡിവൈസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? The electronic device whose operation depends essentially upon the time variation of a characteristic parameter. ഒരു പ്രത്യേക പാരാമീറ്ററിന്റെ ടൈം വേരിയേഷൻ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഡിവൈസുകളൊക്കെയാണ് പാരാമെട്രിക് ഡിവൈസ് എന്നൊക്കെ പറയുന്നത്. അത് തന്നെയാണ് പാരാമെട്രിക് ഫിനോമിനൻ. അതിൽ നിന്ന് മനസ്സിലാവുമല്ലോ, ഒരു പ്രത്യേക പാരാമീറ്റർ ചേഞ്ച് ചെയ്യും, ടൈം വേരിയേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഫിനോമിനൻ അല്ലെങ്കിൽ അതനുസരിച്ച് പ്രൊസീഡ് ചെയ്യുന്ന ഡിവൈസ്, അതൊക്കെയാണ് പാരാമെട്രിക് ഡിവൈസ് എന്ന് പറയുന്നത്. ഈ ഫിനോമിനൻ സാധാരണയായിട്ട് നോൺ ലീനിയർ കപ്പാസിറ്റേഴ്സിലാണ് കാണുന്നത്. നോൺ ലീനിയർ കപ്പാസിറ്റേഴ്സിലാണ് കാണുന്നത്. ഈ നോൺ ലീനിയറും ലീനിയർ കപ്പാസിറ്റേഴ്സും എന്തുവാണ്? ഒരു കപ്പാസിറ്ററിനകത്തോട്ട് നമ്മളിപ്പോൾ ഒരു വോൾട്ടേജ് കൊടുത്തു. വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ വേണ്ടി, കപ്പാസിറ്ററിനകത്ത് നമ്മൾ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വോൾട്ടേജ് കൊടുക്കുന്നു. വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ഹൈ ക്വാളിറ്റി കപ്പാസിറ്റേഴ്സിനെയാണ് നമ്മൾ ലീനിയർ കപ്പാസിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം നോൺ ലീനിയർ എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കത്തില്ലേ? നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നതനുസരിച്ച് കപ്പാസിറ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനെ നോൺ ലീനിയർ കപ്പാസിറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ലീനിയർ കപ്പാസിറ്റർ എന്ത് വരുന്നത്? നമ്മളൊരു വോൾട്ടേജ് സിഗ്നൽ കൊടുക്കുന്ന അനുസരിച്ച് ഈ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ ലീനിയർ കപ്പാസിറ്റർ എന്നും, ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനെ നോൺ ലീനിയർ കപ്പാസിറ്റേഴ്സ് എന്നും വിളിക്കുന്നു. അങ്ങനെയുള്ള നോൺ ലീനിയർ കപ്പാസിറ്റേഴ്സിലാണ് നമ്മുടെ ഈ പാരാമെട്രിക് ഫിനോമിനൻ കൂടുതലായിട്ടും കാണുന്നത്. ഇവിടെ എന്തുവാണ്? നമ്മൾ ഒപ്റ്റിക്സിലാണ് ഇപ്പം ഈ ഫിനോമിനനെ കുറിച്ച് പറഞ്ഞത്. ഇറ്റ്സ് occur in optics when non-linear crystals are used as parametric media. നമ്മൾ ഒപ്റ്റിക്സിൽ പാരാമെട്രിക് മീഡിയ ആയിട്ട് നോൺ ലീനിയർ ക്രിസ്റ്റൽസ് യൂസ് ചെയ്യുവാണെങ്കിൽ, ഇവിടെയും നമുക്ക് ഇതേ ഫിനോമിനൻ തന്നെ കാണാൻ പറ്റും. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ പാരാമെട്രിക് ജനറേഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. Suppose a powerful signal at frequency omega p is applied to a parametric media. നമ്മൾ ഒരു പവർഫുൾ സിഗ്നൽ ഒമേഗ പി എന്ന് പറയുന്ന ഫ്രീക്വൻസി ഉള്ള ഒരു പവർഫുൾ സിഗ്നൽ നമ്മളൊരു പാരാമെട്രിക് മീഡിയത്തിനകത്തോട്ട് കൊടുക്കുന്നു. ഒരു പാരാമെട്രിക് മീഡിയത്തിനകത്തോട്ട് നമ്മളൊരു പവർഫുൾ സിഗ്നൽ ആയിട്ടുള്ള ഒമേഗ പി ഫ്രീക്വൻസി ഉള്ള ഒരു പവർഫുൾ സിഗ്നൽ കൊടുക്കുന്നു. അതുമാത്രമല്ല, അത് കൂടാതെ എ സ്മോൾ സിഗ്നൽ അറ്റ് ഫ്രീക്വൻസി ഒമേഗ is introduced at one end. വേറൊരു ചെറിയ സിഗ്നൽ ഒമേഗ എസ് എന്ന് പറയുന്ന ചെറിയൊരു സിഗ്നലൂടെ നമ്മൾ ഒരെൻഡിലോട്ട്, ഈ പാരാമെട്രിക് മീഡിയത്തിൻ്റെ ഒരു എൻഡിലോട്ട് കൊടുക്കുന്നു. ഈ ഫ്രീക്വൻസി ഹൈ സിഗ്നൽ, നമ്മൾ കൊടുത്ത ഹൈ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ്, പവർഫുൾ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ് ഒമേഗ പി. ഈ ഫ്രീക്വൻസിനെ നമ്മൾ പമ്പ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ വേറൊരു ഫ്രീക്വൻസി, അതായത് സിഗ്നൽ ഫ്രീക്വൻസി, സ്മോൾ സിഗ്നൽ അറ്റ് ദ ഫ്രീക്വൻസി ഒമേഗ എസ്, അതായത് ഒമേഗ എസ് ഫ്രീക്വൻസി ഉള്ള ഒരു ചെറിയ സിഗ്നൽ നമ്മൾ കൊടുക്കുന്ന ഈ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് സിഗ്നൽ ഫ്രീക്വൻസി. അങ്ങനെ രണ്ട് ഫ്രീക്വൻസി ഉള്ള സിഗ്നലുകൾ നമ്മൾ പാരാമെട്രിക് മീഡിയത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അനുസരിച്ച് തീർച്ചയായിട്ടും രണ്ട് സിഗ്നലുകൾ ഒരേ സംഭവത്തിലോട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു മിക്സിംഗ് നടക്കുമല്ലോ, രണ്ട് സിഗ്നലുകൾ തമ്മിലൊരു മിക്സിംഗ് നടക്കുന്നു. മിക്സിംഗ് നടക്കുമ്പോൾ എന്തുണ്ടാകുന്നു? സെക്കൻഡറി വേവ്സ് ഉണ്ടാകുന്നു. The mixing of the signal and the pump frequency may result into the secondary wave. ആ സെക്കൻഡറി വേവ് ഉണ്ടാകുന്നതിൻ്റെ ഫ്രീക്വൻസി ലെറ്റ് ഇറ്റ് ബി ഒമേഗ ഐ നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മൾ രണ്ട് ഫ്രീക്വൻസീസ് ഉള്ള സിഗ്നലുകൾ കൊടുത്തു, ഒമേഗ പി ഒമേഗ എസ്, ഒരു പാരാമെട്രിക് മീഡിയത്തിലോട്ട്. അതനുസരിച്ച് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന അനുസരിച്ച് നമുക്കൊരു
സെക്കൻഡറി വേവ് ഉണ്ടാകുന്നു, അതിൻ്റെ ഫ്രീക്വൻസി ഒമേഗ ഐ എന്ന് എടുക്കുന്നു. സോ ഒമേഗ ഐ നമുക്ക് എഴുതാൻ പറ്റും, ഒമേഗ ഐ ഈക്വൽ ടു ഒമേഗ പി മൈനസ് ഒമേഗ എസ്, അങ്ങനെ എഴുതാൻ പറ്റും. ഈ ഒമേഗ ഐ ഫ്രീക്വൻസി ഉണ്ടല്ലോ, ഈ ഫ്രീക്വൻസിനെ പറയുന്ന പേരാണ് ഐഡ്ലാ ഫ്രീക്വൻസി. നമ്മുടെ ഇന്ത്യൻ പ്രൊണൗൺസിയേഷൻ ഐഡ്ലാ ഫ്രീക്വൻസി എന്ന്, അല്ലാതെ ബ്രിട്ടീഷ് ആണെങ്കിൽ ഐഡ്ലിയർ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസിയാണ് ഒമേഗ ഐ എന്ന് പറയുന്നത്, ഐഡ്ലാ ഫ്രീക്വൻസി. ഒമേഗ ഐ ഈസ് ഈക്വൽ ടു ഒമേഗ പി മൈനസ് ഒമേഗ എസ്. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഒമേഗ ഐ ഈക്വൽ ടു ഒമേഗ പി മൈനസ് ഒമേഗ എസ് അല്ലായിരുന്നു. ഇനി ഫീൽഡ് സ്ട്രെങ്ത്, നമ്മുടെ കറസ്പോണ്ടിങ് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ പി ഇ എസ് ഈക്വൽ ടു ഇ ഐ, അങ്ങനെയായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ഫീൽഡ് സ്ട്രെങ്ത് കാണുന്നത്. ഇ പി ഇൻറ്റു ഇ എസ് ഈസ് ഈക്വൽ ടു ഇ ഐ എന്നുള്ള രീതിയിലായിരിക്കും കാണുന്നത്. പിന്നെ നമ്മളിപ്പോൾ രണ്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ ആ സിഗ്നൽ മിക്സ് ചെയ്തനുസരിച്ചുള്ള ഫ്രീക്വൻസിയും ഫീൽഡ് സ്ട്രെങ്തും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. സത്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു നോൺ ലീനിയർ ക്രിസ്റ്റലല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ക്രിസ്റ്റലിൻ്റെ നോൺ ലീനിയർ പ്രോപ്പർട്ടി മൂലം വേറെ മിക്സിങ്ങും നടക്കുന്നുണ്ട്. ആ മിക്സിങ് അനുസരിച്ച് നമുക്ക് ഒരു ഫ്രീക്വൻസിയും അതുകൂട്ട് തന്നെ ഫീൽഡും കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. In view of the nonlinear property of the medium, further mixing may occur. In particular, the field generated by the polarization component of oscillating at the idler frequency and the original pump frequency when mixed would make a contribution to the signal field. അതായത് നമ്മളിപ്പം ഒരു ഐഡ്ലർ ഫ്രീക്വൻസി ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, ഈ ഐഡ്ലർ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു പോളറൈസേഷൻ കോമ്പണൻറ്റ്, ആ പോളറൈസേഷൻ കോമ്പണൻറ്റ് ഒരു ഫീൽഡ് സ്ട്രെങ്ത്, ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ നമ്മൾ കൊടുത്ത പമ്പ് സിഗ്നൽ, അല്ലെങ്കിൽ പമ്പ് ഫീൽഡ്, നമ്മൾ കൊടുത്ത പമ്പ് ഫീൽഡും കൂടി എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് മിക്സ് ചെയ്യുന്നത്? ഐഡ്ലർ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുന്ന പോളറൈസേഷൻ കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡും അതുകൂടാതെ നമ്മൾ കൊടുത്ത ഒറിജിനൽ പമ്പ് ഫീൽഡും കൂടി, അത് രണ്ടും കൂടി എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. ആ മിക്സ് ചെയ്യുന്ന അനുസരിച്ച്, അത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന അനുസരിച്ച് ഒരു കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും ഫീൽഡ് സ്ട്രെങ്തും ഉണ്ടാകുന്നുണ്ട്. അതെന്തുവാ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഈ ഒരു മിക്സിങ് അനുസരിച്ച് ഈ ഇക്വേഷനിലോട്ട് ഒരു കോൺട്രിബ്യൂഷൻ വരുന്നു. അതായത് ഒമേഗ പി മൈനസ് ഒമേഗ ഐ ഈക്വൽ ടു, അതായത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഐഡ്ലർ ഫ്രീക്വൻസിയും പമ്പ് ഫ്രീക്വൻസിയും ഇല്ലേ, അപ്പോൾ നമ്മുടെ ഒമേഗ പി മൈനസ് ഒമേഗ ഐ ഈക്വൽ ടു ഒമേഗ പി മൈനസ്, ഇതിനകത്ത് ഒമേഗ ഐ നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഒമേഗ പി മൈനസ് ഒമേഗ എസ്. അപ്പം എന്ത് കിട്ടും? ഒമേഗ പി മൈനസ് ഒമേഗ എസ് പ്ലസ് ഒമേഗ എസ് എന്ന് പറയുന്ന ഒമേഗ എസ് എന്ന് കിട്ടും. നമ്മൾ കൊടുത്ത എന്തായിരുന്നു സിഗ്നൽ ഫ്രീക്വൻസി തന്നെ നമുക്ക് കിട്ടുന്നു ആൻസറായിട്ട്, ഒമേഗ എസ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നു? ഒമേഗ പി മൈനസ് ഒമേഗ ഐ ഈക്വൽ ടു ഒമേഗ എസ് എന്ന് കിട്ടുന്നു. ഇനി നമ്മുടെ ഫീൽഡ് സ്ട്രെങ്ത് എന്തുവായിരുന്നു? നേരത്തെ എന്ന് പറയുന്നത് ഇ പി ഇ എസ് ഈക്വൽ ടു ഇ ഐ അല്ലായിരുന്നു. ഇവിടെ എന്തൊക്കെയാണ്? ഇ പിയും ഇ ഐയും ആണ് ഇവിടെ ഉള്ളത്. ഇതിനകത്ത് ഇ ഐൻ്റെ വാല്യൂ നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഇ പി സ്ക്വയർ ഇ എസ് എന്ന് കിട്ടും. ഇതായിരുന്നു ഫസ്റ്റിലത്തെ ആൻസർ. ഇത് ഫസ്റ്റിലത്തെ ഫീൽഡ് സ്ട്രെങ്ത്. ഇതായിരുന്നു സെക്കൻഡ് ഫീൽഡ് സ്ട്രെങ്ത്. ഇത് നമുക്ക് തിരിച്ചൊന്ന് എഴുതി നോക്കാം. ഇ ഐ ഈക്വൽ ടു ഇ പി ഇ എസ്. ഓക്കെ, ആദ്യത്തെ കേസിലുള്ള ഫീൽഡ് സ്ട്രെങ്തും രണ്ടാമത്തെ കേസിലുള്ള ഫീൽഡ് സ്ട്രെങ്തും നോക്കുമ്പോൾ ഇതിനകത്ത് ഇ എസ് കോമൺ ആണ്. ഈ വാല്യൂ ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളുടെ ഫീൽഡ് സ്ട്രെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇ എസ് ആണ്. ഇ എസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനായിട്ട് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഫീൽഡ് സ്ട്രെങ്ത്. അപ്പോൾ നമ്മുടെ പലതരത്തിലുള്ള മിക്സിംഗ് നടക്കുന്ന അനുസരിച്ചുള്ള ഫീൽഡ് സ്ട്രെങ്ത് എങ്ങനെയാണ്? പ്രൊപ്പോർഷണൽ ടു ഇ എസ് ആണ്. ഇ എസിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഇനി നമ്മൾ എക്സ്ട്രാ വേറെ മിക്സിംഗ് നടക്കുവാണെങ്കിലും ഇതുകൂട്ട് ഏതെങ്കിലും ഒരു ടേം വിത്ത് ഇ എസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പറയുന്നത്. ദസ്
The secondary light waves at a frequency omega s and omega I can be excited parametrically at the expense of the part of the energy of the pumping wave. Initially, the signals required for triggering the process of parametric generation are always available in any crystals in the form of spontaneous photons. നമ്മുടെ നോൺ ലീനിയർ ക്രിസ്റ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, നോൺ ലീനിയർ ക്രിസ്റ്റൽ. ഈ നോൺ ലീനിയർ ക്രിസ്റ്റൽസിലുള്ള ഫോട്ടോൺസ് തന്നെയാണ് നമ്മുടെ ഈ പാരാമെട്രിക് ഫിനോമിനൻ്റെ സ്റ്റാർട്ടിംഗ് സിഗ്നൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ നോൺ ലീനിയർ ക്രിസ്റ്റൽസിനകത്ത് കാണുന്ന ഫോട്ടോൺസ് തന്നെയായിരിക്കും നമ്മുടെ ഈ പാരാമെട്രിക് ഫിനോമിനയ്ക്ക് സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. അപ്പം പലതരത്തിലുള്ള മിക്സിംഗ് ഉണ്ടാകുന്നു, അതനുസരിച്ച് പല രീതിയിലുള്ള ഫ്രീക്വൻസിയും കറസ്പോണ്ടിങ് ഫീൽഡ് സ്ട്രെങ്തും ഉണ്ടാകുന്നു. ഇതാണ് പാരാമെട്രിക് ജനറേഷൻ ഓഫ് ലൈറ്റ്.